चमक तुझसे पाते हैं सब पाने वाले, मेरा दिल भी चमका दे चमकाने वाले. അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മുത്തുനബി തങ്ങളെ ഖൽബിന്റെ ഉള്ളിലുണ്ടാകുമ്പോ, പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ നിന്റെ സിനിമാ ഗാനങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു 10 ദിവസം 1000 സ്വലാത്ത് വീതം ചൊല്ലി നോക്കുമോനെ. നിന്റെ ജീവിതത്തിന്റെ ആനന്ദം അത്ഭുതകരമായിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ 2-3 ആഴ്ചക്കുള്ളിൽ എത്രയോ ചെറുപ്പക്കാരനോട് ആ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്വലാത്ത് പതിവാക്കിയപ്പോ ജീവിതത്തിന് കിട്ടിയ ഒരു സൗരഭ്യം. ഇത് ഞാൻ വഴതിന് വേണ്ടി പറയണല്ല, വാട്സാപ്പിൽ അവരുടെ വോയിസുകളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയപ്പോ ജീവിതത്തിന് കിട്ടിയ സന്തോഷം, ജീവിതത്തിന് കിട്ടിയ ആനന്ദം, മനസ്സിന് കിട്ടിയ ആശ്വാസം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തൊന്ന് പതിവാക്കിയപ്പോൾ ഗാനങ്ങളും ഫിലിമുകളും തോന്നിവാസങ്ങളും മാറിയിട്ട് മദീനയുടെ രാജാവിനെ മനസ്സിലൊന്നിരുത്തിയിട്ട് സ്വലാത്ത് ചൊല്ലുമോനെ. ലോകത്തൊരു സുന്ദരിയും അതിനെ വെല്ലൂല, ലോകത്തൊരു സുന്ദരനും അതിനെ വെല്ലൂല, ലോകത്തൊരു ഉദ്യാനവും അതിനെ മറികടക്കൂല, ലോകത്തൊരു തമ്പുരാനും അതിനെ തോൽപ്പിക്കൂല. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ പറഞ്ഞതുപോലെ, ഈമാനുള്ളവർ അനുഭവിക്കുന്ന ഹൃദയത്തിന്റെ ഒരു സമാധാനമുണ്ട്. അതെങ്ങാനും ഇവിടുത്തെ രാജാക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അവര് വാളെടുത്ത് പോരാടിയേനെ ആ മനസ്സമാധാനം പിടിച്ചു വാങ്ങാൻ. സ്വലാത്ത് ചെല്ലുമ്പോ കിട്ടുന്നൊരു സമാധാനമുണ്ട്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? മാറാനുള്ള വഴിയാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൂ. നിങ്ങൾക്ക് കടമുണ്ടോ? മാറിക്കിട്ടാനുള്ള വഴി നിങ്ങൾ ഉചിതമായ ഭൗതിക കാരണങ്ങളിൽ ബന്ധപ്പെടുന്നതിനൊപ്പം സ്വലാത്ത് ചൊല്ലിക്കോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. മാഷാ അല്ലാഹ്, അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും.